Okay, good morning, guys. അപ്പോൾ happy weekend. Welcome to the third episode of my weekly tech recap. So നമുക്ക് ഏതാണ്ട് 2 weeksoളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. So we will be discussing a lot today. The biggest news of the last 2 weeks, and you will be having a good dose of tech content. So എല്ലാവരും grab your coffee, grab your tea, get ready. I regularly post the stuff, so do subscribe, do follow, and do share the channel with your friends because it really supports me. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ വൈ ഐഫോൺ ഇസ് ബെറ്റർ ദാൻ ആൻഡ്രോയിഡ് എന്ന് പറയാൻ പറ്റുന്ന ഏതാണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പോലത്തെ സാധനം പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് US നടന്നൊരു ഒരു അനാലിസിസ് ആണ്. ആൻഡ് ആസ് പെർ ദ റിപ്പോർട്ട് ഏതാണ്ട് 96% ഐഫോൺ യൂസേഴ്സ് പ്രിഫേഴ്സ് ടു സ്റ്റേ ഓൺ ഐഫോൺ ഇറ്റ് സെൽഫ്. എന്ന് പറഞ്ഞാൽ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നില്ല. അത് വെറും ഒരു 3% ആൾക്കാർ മാത്രം. എന്നാൽ ആൻഡ്രോയിഡ് യൂസേഴ്സിന് കേസ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 13% ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഐഫോണിലേക്ക് മാറാനാണ് താല്പര്യം. എന്ന് പറഞ്ഞാൽ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് മാറാനേക്കാട്ടും 3 ഇരട്ടി അധികം സാധ്യതയാണ് ആൻഡ്രോയിഡ് യൂസേഴ്സ് ഐഫോണിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആൻഡ് 2019 ഈ ഐഫോൺ പീപ്പിൾ കണ്ടിന്യൂയിങ് ഇൻ ഐഫോൺ അതിൻ്റെ നമ്പർ 90% എന്തോ ആയിരുന്നു. എന്നാൽ 2026 ആകുമ്പോഴേക്ക് 96% വളർന്നു. അപ്പം നല്ല ആലോചിച്ച് നോക്കണം, ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഐഫോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഒരു താല്പര്യം ഗ്രോ ചെയ്ത് വരികയാണ്. ആൻഡ് ഇത് US സ്റ്റാറ്റിസ്റ്റിക് ആണ്. നിങ്ങൾ പറയും US ആൾക്കാരുടെ ചിന്താഗതിയാണ് ഇന്ത്യയിൽ അങ്ങനെയല്ല എന്ന്. പക്ഷേ നിങ്ങൾ ഇന്ത്യ തന്നെ നോക്കി നോക്കുക, എത്ര ആൾക്കാരാണ് ഇപ്പോൾ ഐഫോൺ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടൊരു ഫോൺ ലോങ് ടേം ഉപയോഗിക്കണമെങ്കിൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഐഫോണാണ്. ആൾക്കാർ എത്ര കളിയാക്കിയാലും എത്ര കുറ്റം പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പീപ്പിൾ പ്രിഫർ കണ്ണടച്ചെടുത്തോ എന്ന് പറയാൻ ആൾക്കാർക്ക് പറ്റുന്നത് ഐഫോൺ മാത്രമാണ്. ആൻഡ് അത് തന്നെയാണ് ഇന്ത്യയിലും പല യൂസർ അഡോപ്ഷൻ്റെ കാര്യത്തിൽ കാണിക്കുന്നത്. പോരാത്തതിന് ആൻഡ്രോയിഡ് കമ്പനീസ് ആർ നോട്ട് റിലയബിൾ. കുറേ ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സ് ടോപ്പായിട്ടുള്ള സാംസങ് വരെ കുറേ സ്ക്രീൻ ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നു. ആൻഡ് മറ്റേ ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സ് സിമ്പിളായിട്ട് അങ്ങ് പൂട്ടി അങ്ങ് പോകും. അപ്പോൾ OnePlus ഒക്കെ ഉണ്ടായ മാതിരി. ആൻഡ് കുറേ ചൈനീസ് മാനുഫാക്ചേഴ്സ് മാത്രം ബാക്കിയുണ്ട്. ആൻഡ് അവർ എന്ന് പൂട്ടി പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദേ ആർ ഡൂയിങ് ഗുഡ് തിങ്സ്. പക്ഷേ അവർ ചൈനീസ് മാർക്കറ്റ് ചെയ്യുന്ന അതിന് പുറമേയുള്ള മാർക്കറ്റ് ഷെയർ ഇന്ത്യയിലൊക്കെ റിലേറ്റീവ്ലി ലോവർ സെഗ്മെൻറ്റ്സിനാണ്. പ്രീമിയം സെഗ്മെൻറ്റിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഐഫോൺ തന്നെയാണ്. ആൻഡ് ദാറ്റ്സ് വൈ പീപ്പിൾ ആർ ചൂസിങ് ഐഫോൺ. ദാറ്റ്സ് വൈ ആപ്പിൾസ് മാർക്കറ്റ് ഷെയർ ഇസ് കണ്ടിന്യൂയിങ് ടു ഗ്രോ. ആൻഡ് that's probably why iPhone is better than Android. ഓക്കെ, സോ നമ്മളെല്ലാവരും നമ്മുടെ ഫോൺസ് ഉപയോഗിക്കും തോറും അതിൻ്റെ ബാറ്ററി വീക്ക് ആവുന്ന ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട്. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കാണും 6000, 7000, 8000 രൂപയൊക്കെ വരെ പ്രീമിയം ഫോൺസായ ഐഫോണിനൊക്കെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വരാം. ആൻഡ് യൂറോപ്യൻ യൂണിയൻ അതിന് പുതിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പോകണം. ഓക്കെ, ഈ യൂറോപ്യൻ യൂണിയനിൽ ഇറങ്ങുന്ന ഐഫോൺസ് മാത്രമല്ല എല്ലാ ഫോണുകൾക്കും 2027 അവർ റീപ്ലേസബിൾ ബാറ്ററീസ് കൊണ്ടുവരിക എന്ന് മാൻഡേറ്റ് ചെയ്തിരിക്കുക. റീപ്ലേസബിൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ യൂസർ റീപ്ലേസബിൾ ബാറ്ററി. നമ്മൾ പണ്ട് ഉപയോഗിച്ച നോക്കിയുടെ ഫോൺസൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, നമുക്ക് ബാറ്ററി ഊരിടാം, ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബാറ്ററി ഇടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ആ ഫോൺ മാറ്റി അല്ലെങ്കിൽ ഒരു 7000, 8000, 10000 രൂപ കൊടുത്ത് റിപ്പയർ ചെയ്യുക, അങ്ങനത്തെ പണിക്കൊന്നും നമുക്ക് നിൽക്കണ്ട. വേറെ ഫോണിൻ്റെ കാശ് കൊടുത്ത് അത് റിപ്പയർ ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് ആ ഫോണിൻ്റെ ബാറ്ററി ജസ്റ്റ് സ്വാപ്പ് ചെയ്തിട്ടാൽ മതി. ആൻഡ് ബാറ്ററി ലോ ആകുമ്പോഴൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് യൂറോപ്യൻ യൂണിയൻ ഇത് മാൻഡേറ്റ് ചെയ്യുന്നത് 2027 വരിക. അവരുദ്ദേശിക്കുന്ന അവരുടെ ഏരിയയിൽ അറ്റ്ലീസ്റ്റ് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് വേണ്ടിയ സ്പെസിഫിക് ഡിസൈൻ കമ്പനീസ് ഇറക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഐഫോണിൽ തന്നെ USB-C വരാനുള്ള കാരണം യൂറോപ്യൻ യൂണിയൻ മാൻഡേറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ലോകം മൊത്തം ഈ ഒരു ഫീച്ചർ വന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് വളരെ നല്ലൊരു സംഭവമാണ്. കാരണം നമുക്ക് കൺസ്യൂമർ വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്. ഇത് കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും ഗുണകരമാവും. ഇന്ത്യയിലൊക്കെ ഈ കമ്പനീസൊക്കെ ഇങ്ങനത്തെ ഫോണുകൾ ഇറക്കും നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ കാര്യമായിട്ടുള്ള വലിയ തലവേദന പിടിച്ച 10000 രൂപ കൊടുത്തിട്ടുള്ള റീപ്ലേസ്മെൻറ്റും കാര്യത്തിനും നിൽക്കേണ്ട, പുതിയ ഫോൺ വാങ്ങിക്കേണ്ട, ഈ ഫോൺ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഒരു 6-7 വർഷം വരെ. ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഓക്കെ, സോ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഹൗ ദ യൂണിവേഴ്സ് ഫോംഡ് എന്ന്. നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബാങ് തിയറി പ്രകാരമാണ് യൂണിവേഴ്സ് ഉണ്ടായതെന്നാണ്. എല്ലാം ഒരു ഇൻഫിനിറ്റ്ലി സ്മോൾ പോയിന്റിൽ എല്ലാം നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഒരു പോയിന്റിൽ അത് എക്സ്പാൻഡ് ചെയ്തു, ഒരു ബിഗ് ബാങ് പൊട്ടിത്തെറി ഉണ്ടായി. എന്നിട്ട് അത് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഇന്നത്തെ യൂണിവേഴ്സിലേക്ക് എത്തി. ആൻഡ് നമ്മൾ പിന്നെ ഒരു പോയിന്റിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, അത് പിന്നെ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ഈ യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ ആക്സലറേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാം മറ്റൊരു സാധനത്തിൽ നിന്ന് ഭയങ്കര ദൂരേക്ക് അകന്നു പോകും. ഓക്കെ, ആൻഡ് ആ അകന്നു പോകുന്ന സ്പീഡ് ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് വൺ പോയിന്റ് എവറിത്തിങ് വിൽ ബി ടു ഫാർ ഫ്രം എവറിത്തിങ് എൽസ്. ആൻഡ് അങ്ങനെ സ്റ്റാർസൊക്കെ ഒരു കാലം കഴിയുമ്പോൾ അവർ ഡൈ ഔട്ട് ചെയ്യും. ആൻഡ് ദി എൻറ്റയർ യൂണിവേഴ്സ് അങ്ങനെ ഡൈ ഔട്ട് ചെയ്ത് ഫുൾ ഡാർക്കായി മാറും. ആൻഡ് ഈ സംഭവത്തിൻ്റെ പേരാണ് ഹീറ്റ് ഡെത്ത് ഓഫ് ദി യൂണിവേഴ്സ്.
പക്ഷേ റീസെൻ്റ്ലി ഒരു കൗണ്ടർ തിയറി കണ്ടുപിടിച്ചു. ബിഗ് ബാങ് തിയറി ആയിരിക്കില്ല ഹൗ ദ യൂണിവേഴ്സ് ഫോംഡ്. ബിഗ് ബൗൺസ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ തിയറിക്കുള്ള ഒരു കൈൻഡ് ഓഫ് പ്രൂഫ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ഫുള്ളി ഒരു ഡിസ്കവറി ആയി ക്ലെയിം ആക്കിയിട്ടില്ല, പക്ഷേ അത്യാവശ്യം ഹൈ കോൺഫിഡൻസ് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഉള്ളിൽ ഡാർക്ക് എനർജി ഉണ്ട്. ഈ ഡാർക്ക് എനർജിയുടെ സ്ട്രെങ്ത് കാരണമാണ് യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ ആക്സിലറേറ്റ് ചെയ്യണു എന്ന് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് ഒരു പോയിന്റിൽ ഹീറ്റ് ഡെത്തിൽ നശിച്ചു പോവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല, യൂണിവേഴ്സ് ഫുൾ അന്ധകാരമാവും എന്ന് പറയുന്നത്. പക്ഷേ ആസ് പെർ ദ ലേറ്റസ്റ്റ് ഫൈൻഡിങ്സ് ഈ ഡാർക്ക് എനർജിയുടെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ഒരു ഡിമിനിഷായി എക്സ്പാൻഡ് ചെയ്യുന്ന യൂണിവേഴ്സ് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഡാർക്ക് എനർജിയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്സ്പാൻഷൻ നിർത്തി കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കോൺട്രാക്ട് ചെയ്ത് പോയ സാധനങ്ങളൊക്കെ തിരിച്ചു വന്ന് ഒരു പോയിന്റിലേക്ക് തന്നെ വീണ്ടും കൾമിനേറ്റ് ചെയ്ത് വീണ്ടും ആ ഒരു പോയിന്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒരു ബിഗ് ബാങ് വീണ്ടും സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ബബിൾ എക്സ്പാൻഡ് ചെയ്തു, വീണ്ടും വന്നു, വീണ്ടും എക്സ്പാൻഡ് ചെയ്തു, അങ്ങനെ ഒരു സംഭവം മാറി. അതിന് വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഒരു യൂണിവേഴ്സിൻ്റെ എന്താ പറയുക ബിഗ് ക്രഞ്ച് എന്ന് പറയും. അത് വന്ന ഒരു പോയിന്റിലേക്ക് ഇതായി, പിന്നുണ്ടായ ബിഗ് ബൗൺസ് നിന്ന് ഉണ്ടായ യൂണിവേഴ്സാണ്. ആൻഡ് ആ യൂണിവേഴ്സിൻ്റെ ഒരു സെറ്റിങ്സ് പേജാണ് നമ്മളിപ്പോൾ കാണുന്ന ഗ്രാവിറ്റിയുടെ പവറും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ പവർ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഒരു എന്താ പറയുക ഒരു ആസ്ട്രോണോമേഴ്സിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ടാണ്. ആൻഡ് ഈ ഫൈൻഡിങ്സ് ഒന്നും ഫുള്ളി കൺക്ലൂസീവായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒബ്സർവേഷൻസ് നോ. പക്ഷേ അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു യൂണിവേഴ്സൽ തിയറിയാണ് വരാൻ പോകുന്നത്. ഹീറ്റ് ഡെത്ത് ഓഫ് ദ യൂണിവേഴ്സിന് പകരം ബിഗ് ക്രഞ്ച്, ബിഗ് ബൗൺസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾ ഐമാക്സ് മൂവീസൊക്കെ കണ്ടിട്ടുള്ള ആളാണോ? എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു പുതിയ സാധനം വന്നിട്ടുണ്ട്, ഇൻഫിനിറ്റി വിഷൻ. ഓക്കെ, സോ ഇതൊരു കോർപ്പറേറ്റ് അടീൻ്റെ സന്ധതയായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും ഇൻഫിനിറ്റി വിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ബേസിക്കലി ഈ വർഷം ഇറങ്ങാൻ പോകുന്ന 2 ബിഗ് ഫിലിംസാണ് ഡ്യൂൺ പാർട്ട് 3, അവെഞ്ചേഴ്സ് ഡൂംസ്ഡേയും. ഓക്കെ, അവെഞ്ചേഴ്സ് ഇറങ്ങുന്ന മാർവലാണ് ആൻഡ് മറ്റേ സൈഡിൽ ഡ്യൂണിൻ്റെ ആൾക്കാരുണ്ട്. ആൻഡ് ദ തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇസ് ഡ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐമാക്സ് ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്, ഐമാക്സിന് വേണ്ടി ഉണ്ടാക്കിയൊരു മൂവിയാണ്. ആൻഡ് മാർവൽ നോട്ട് സോ മച്ച്. ആൻഡ് ഇവിടെ എന്താ പ്രശ്നമാണെന്ന് വെച്ചാൽ രണ്ടും ഇറങ്ങുന്നത് ഏതാണ്ട് സെയിം ടൈമാണ്. ആൻഡ് 3 വീക്സോളം ഈ ഐമാക്സ് തിയേറ്റേഴ്സ് ഫുള്ളായിട്ട് ഡ്യൂണിൻ്റെ ആൾക്കാർ ബുക്ക് ചെയ്തു. ഓക്കെ, ഐമാക്സിൻ്റെ തിയേറ്റേഴ്സ് ലോകം മൊത്തം ഡ്യൂണിൻ്റെ ആൾക്കാർ ബുക്ക് ചെയ്തു ഫോർ ഓൾമോസ്റ്റ് 3 വീക്സ്. ആൻഡ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാർവൽ പോലെയുള്ള കമ്പനികൾക്ക് ഈ ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഇറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് വരുമാനം കിട്ടുന്നത് ഐമാക്സ് തിയേറ്റേഴ്സിലുള്ള ഷോസിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലത്തെ കുറേ ആൾക്കാർ ഐമാക്സിൽ പോയിട്ട് തന്നെ ഇത് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ആ സമയത്താണ് മാർവലിലെ ഐമാക്സ് തിയേറ്റേഴ്സിൻ്റെ ആക്സസ് പോയിക്കണേ. ആൻഡ് ഈ സമയത്ത് മാർവൽ ഭയങ്കര എന്താ പറയുക, ഒബ്വിയസ്ലി ദേ വിൽ ബി വെരി മാഡ്. ആൻഡ് മാർവൽ ഡിസ്നി അവർ രണ്ടുപേരും കൂടിയിട്ട് പെട്ടെന്ന് ഇൻഫിനിറ്റി വിഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം അനൗൺസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻഫിനിറ്റി വിഷൻ എന്താണ്, പുതിയ തിയേറ്ററാണോ, പുതിയ സ്റ്റൈൽ ഓഫ് സിനിമയാണോ, അതെങ്ങനെയാണ് അവർ ഈ സിനിമയ്ക്ക് മുന്നേ റോൾ ഔട്ട് ചെയ്യുക? ഒബ്വിയസ്ലി അവർക്ക് റോൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവിടെയാണ് അതിൻ്റെ ഒരു സംഭവം വരുന്നത്. ഇൻഫിനിറ്റി വിഷൻ ഈസ് ലൈക്ക് എ ബ്രാൻഡിങ്. അത് ഐമാക്സ് പോലൊരു ടെക്നോളജി അല്ല, പുതിയൊരു സ്റ്റാൻഡേർഡ് ഫ്രെയിം സൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലെൻസ് സൈസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവമല്ല, സ്ക്രീൻ സൈസ് ഉള്ള സംഭവമല്ല. ജസ്റ്റ് ഗുഡ് ഇനഫ് സ്പീക്കേഴ്സ്, ഗുഡ് ഇനഫ് തിയേറ്റർ, ഗുഡ് ഇനഫ് സ്ക്രീൻ സൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു ബ്രാൻഡിങ് മാത്രമാണ്. ഇപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് നിങ്ങൾക്ക് അവെഞ്ചേഴ്സ് ഡൂംസ്ഡേ കാണണോ, ഇൻഫിനിറ്റി വിഷൻ ബ്രാൻഡിങ്ങിൽ ഹെൽത്ത് പോയി കാണുക. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വെറും 100ഓളം തിയേറ്ററിൽ മാത്രമേ ഇൻഫിനിറ്റി വിഷൻ വരാൻ ചാൻസ് ഉള്ളൂ എന്നാണ്. അവിടെയാണ് പ്രശ്നം. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ ഇത് വന്നു തന്നെ വരില്ല. ആൻഡ് ആൾക്കാർ ഭൂരിഭാഗം ഐമാക്സിലേക്ക് പ്രിഫർ ചെയ്യും അൺലെസ് ഇറ്റ്സ് സോളിഡ് ഫാൻസ്. ആൻഡ് മാർവലിൽ ഇപ്പോൾ പഴയ മാതിരി ഒരു ഹോൾഡ് ഇല്ലാത്തത് കൊണ്ടുകൂടി ഈ ഐമാക്സ് കിട്ടാത്തതുകൊണ്ട് തന്നെ എത്ര പേര് അവെഞ്ചേഴ്സ് ഡൂംസ്ഡേ കാണും, കാണും ഒരുപാട് പേര്, പക്ഷേ എത്ര പേര് കാണും എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയണം. ആൻഡ് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡൈനാമിക്കും കൂടി കാണാം. പണ്ടത്തെ മാർവലല്ല ഇപ്പോഴത്തെ മാർവൽ എന്ന് പ്രൂവ് ചെയ്യുന്നൊരു സംഭവമാണ്. കാരണം അവരുടെ ഒരു മെയിൻ സ്ട്രീം അവെഞ്ചേഴ്സ് സിനിമയ്ക്ക് ഐമാക്സ് ബുക്ക് ചെയ്യാനുള്ള ബാർഗെയിനിങ് പവർ വരെ നഷ്ടപ്പെട്ടു എന്നാണ് ഈ ഒരു ഹോൾ സിനാറിയോ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇൻഫിനിറ്റി വിഷനാണോ ഐമാക്സിനാണോ അവസാനം കൂടുതൽ സെയിൽസ് കിട്ടുകയെന്ന് കാണാം. ഓക്കെ, ലെറ്റ്സ് കം ടു എ നോ. ഏറ്റവും കൂടുതൽ ന്യൂസ് നടക്കുന്നത് എയിൽ തന്നെയാണ്. ആൻഡ് കുറേ കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ ക്ലൗഡ് പുതിയ ഡിസൈൻ ടൂൾ ഇറക്കി, ഓപ്പൺ പുതിയ ഇമേജ് മോഡലൊക്കെ ഇറക്കി. ആൻഡ് ഇറ്റ് ഓൾ ലുക്സ് വെരി ഗുഡ്. ബട്ട് ഐ ലൈക്ക് ടു പോയിന്റ് ഔട്ട് സംതിങ് ദറ്റ് ഗൂഗിൾ ഇസ് ഡൂയിങ്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഒരു പുതിയ വാർത്ത ഇറക്കി. ഗൂഗിളിലെ CEO ആയിട്ടുള്ള സെർജി ബ്രിൻ, അല്ലെങ്കിൽ പഴയ CEO ആയിട്ടുള്ള സെർജി ബ്രിൻ ഒരു ഇൻറ്റേർണൽ മെമ്മോ ഇറക്കി. അവർ ഉടനെ തന്നെ ഏജൻസിൽ ഫോക്കസ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പണ്ടൊരു ഇൻറ്റേർണൽ മെമ്മോ ഇറക്കിയിരുന്നു ChatGPT റിലീസായപ്പോൾ. അതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു ഇൻറ്റേർണൽ മെമ്മോ ആണ് അവർ ഏജൻസിന് മാക്സിമം ഫോക്കസ് ചെയ്യണത്. ഇപ്പോൾ വെച്ച് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ മിക്കവാറും ആന്ത്രോപ്പിക് ആയിരിക്കും. ആൻഡ് അവരുടെ സക്സസ് വരുന്നത് അവിടെ കോഡിംഗ് ടൂൾസ് വെച്ചിട്ടാണ്. ക്ലൗഡ് കോഡ് പോലത്തെ ടൂൾസ് എൻ്റർപ്രൈസിലും കൺസ്യൂമേഴ്സിലും ഭയങ്കര സക്സസ്ഫുൾ ആണ്. ബേസിക്കലി ഡെവലപ്പേഴ്സ് അവരെ റീപ്ലേസ് ചെയ്യാനുള്ള സാധനം എഴുതുന്നു. ആൻഡ് ഇറ്റ്സ് ഗോയിങ് റിയലി വെൽ. ആൻഡ് അത് തന്നെയാണ് ജെമിനൈയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിത്ത് ജെമിനൈ. ആൻഡ് ജെമിനൈ മോഡൽസ് ആർ കോഡിങ് നോട്ട് ദാറ്റ് ഗുഡ് അറ്റ് കോഡിങ്. ആൻഡ് ഓൾസോ അവർക്ക് ഏജൻറ്റിക് കേപ്പബിലിറ്റീസ് ഒന്നും അത്ര നന്നായിട്ടില്ല. ആൻഡ് ഗൂഗിൾ ഇസ് ട്രൈയിങ് ടു ബ്രിഡ്ജ് ദാറ്റ് ഗ്യാപ്പ്. അവർ ഏജൻറ്റിക്കായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനം ബിൽഡ്
ചെയ്യാൻ ഇൻറ്റേർണൽ മെമ്മോ കൂടെ സെർജി ബ്രിൻ പറയാണ്. ആൻഡ് ദേ ആർ ട്രൈങ് 2 തിങ്സ്. ഒന്ന്, അവർ ഇൻറ്റേർണലി അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം ബിൽഡ് ചെയ്യുക, അവരുടെ കോഡിൽ ട്രെയിൻ ചെയ്ത സാധനം. ഒബ്വിയസ്ലി അവർക്കത് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. ആൻഡ് അതിന് പുറമേ തന്നെ കൺസ്യൂമേഴ്സിനെ ഫേസ് ചെയ്തിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള ഏജൻറ്റിക് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഏജൻറ്റ്സ് ഉണ്ടാവും. ഒരു ടാസ്ക് ഒക്കെ പ്ലാൻ ചെയ്ത് സീക്വൻഷ്യലായിട്ട് ഒരു ടാസ്ക് തീർക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഏജൻറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൾട്ടി AI സിസ്റ്റം എന്ന് പറഞ്ഞുള്ള സാധനമാണ്. ആൻഡ് ട്രൈങ് ടു ബിൽഡ് ദാറ്റ് സോ ദാറ്റ് ക്ലൗഡ് കോഡ് പോലത്തെ സാധനങ്ങളൊക്കെ അവർക്കൊരു ഡെഫിനറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് സംതിങ് ഗൂഗിൾ ഹാസ് ബീൻ വർക്കിംഗ് ഓൺ. എനിക്കിത് മേസ്ലി ഇത് കണ്ടിട്ട് തോന്നുന്നത് ഗൂഗിളിലെ ലാക്ക് ഓഫ് ഡയറക്ഷൻ ആണ് കൈൻഡ് ഓഫ്. കാരണം ആദ്യം ChatGPT ഇറക്കിയപ്പോൾ അവർ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടാണ് Gemini 3 വന്ന് ചൗട്ട് ചെയ്ത് വിച്ച് വാസ് ബെറ്റർ ദാൻ ChatGPT അറ്റ് ദ ടൈം ഓഫ് റിലീസ് ബെഞ്ച് മാർക്സ് പ്രകാരം. പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ദാറ്റ് ഗുഡ്. ആൻഡ് അത് തന്നെയാണ് അതിൽ വൺ ഓഫ് ദ തിങ്സ് കോഡിങ്. അത് തന്നെയാണ് അവരിപ്പോൾ ബ്രിഡ്ജ് ചെയ്യാൻ നോക്കുന്നത്. സോ എന്താവും നമുക്ക് കണ്ടറിയാം. ഇതും ഒരു എന്താ പറയുക ഒരു റിപ്ലൈ കൈൻഡ് ഓഫ് തിങ് ആണ്. നമുക്ക് എന്താണെന്ന് കണ്ടറിയാം. ഓക്കെ, സോ ഈ വീഡിയോ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം UPIയിൽ കുറേ പുതിയ ചേഞ്ചസ് RBI പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് UPIയിൽ പൊതുവേ നടക്കുന്ന ഫ്രോഡ് ആക്ടിവിറ്റീസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി RBI പ്രപ്പോസ് ചെയ്യുന്നതാണ്. ആൻഡ് ഫസ്റ്റ് തിങ് ഈസ്, നിങ്ങൾ 10,000 രൂപയുടെ കൂടുതൽ എമൗണ്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനൊരു 1 hour കൂൾ ഓഫ് പീരീഡ് വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ വേണമെങ്കിൽ റിവേർട്ട് ചെയ്യാൻ പറ്റും. ഭൂരിഭാഗം ഫ്രോഡ് കേസും ഇങ്ങനെ 10,000 രൂപയ്ക്ക് കൂടുതലുള്ള തുകയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 70 വയസ്സിന് കൂടുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ 50,000 രൂപയുടെ മുകളിലുള്ള ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അപ്രൂവലിൻ്റെ ആവശ്യം ഇനി വന്നേക്കാം. കാരണം ആ ഒരു തുക അവരറിയാതെ ഒരാൾക്ക് സെൻഡ് ചെയ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊതുവെയുള്ള ഫ്രോഡ് പാറ്റേൺ ആണ്. എന്നെ അതിനെ ഓവർകം ചെയ്യാനാണ് അങ്ങനെ ഒരു സംഭവം. സിമിലർലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപയുടെ കൂടുതൽ ഒരു വർഷം ക്രെഡിറ്റ് വരികയാണെങ്കിൽ ആ ട്രാൻസാക്ഷനും ഒരു റീസണിങ് കൊടുക്കേണ്ടി വരും. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോൾ, എസ്പെഷ്യലി നിങ്ങളൊരു സ്കാമർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയൊരു എമൗണ്ട് ക്രെഡിറ്റ് ആകുമ്പോൾ തന്നെ അവിടെ ഇഷ്യൂ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് റീസണിങ് കൊടുക്കേണ്ടി വന്നേക്കാം. എന്നാൽ റീസണിങ് കൊടുത്തില്ലെങ്കിൽ വിത്തിൻ 13 days അക്കൗണ്ടിൽ വരുന്ന കാശ് തിരിച്ച് അത് അയച്ച ആൾക്ക് തന്നെ പോകുന്നതായിരിക്കും. ആൻഡ് സിമിലർലി നമ്മൾ കുറേ പേര് കുറേ UPI ആപ്സ് ഉപയോഗിക്കുന്നുണ്ട്. കുറേ സ്ഥലത്ത് കുറേ ആപ്പ് കൂടെ നമ്മൾ പേയ്മെൻറ്റും ക്യാഷ് ബാക്കൊക്കെ വാങ്ങിക്കുന്നതാണ്. ആൻഡ് ദർ വിൽ ബി എ സിസ്റ്റം വേർ ഒരു സിംഗിൾ ആപ്പ് കൂടെ നിങ്ങൾക്കൊരു സിംഗിൾ കിൽ സ്വിച്ച് കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാ UPI സംഭവങ്ങളും നിങ്ങൾക്ക് ഒരു കിൽ സ്വിച്ചിൽ തന്നെ നിർത്തി വയ്ക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടിയും RBI പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ ഓൾ ദ ചേഞ്ചസ് വിച്ച് ആർ എയിം ടു അൾട്ടിമേറ്റ്ലി ഡിക്രീസ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷേ കേട്ടിട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. മോസ്റ്റ് പാറ്റേൺസ് അത് കവർ ചെയ്യുന്നുണ്ട്. സോ ഇതെന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. ദിസ് വെരി ബിഗ് അപ്ഡേറ്റ് ഇൻ ടേംസ് ഓഫ് വാട്ട് ഇറ്റ്സ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ടു UPI. And yeah, the biggest news has finally come out. Not the biggest news of the last week. എന്നാലും ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ടിം കുക്ക് has finally announced his retirement and he is being replaced by ജോൺ ടേണേഴ്സ്. അപ്പോൾ കുറേ പേര് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും. കാരണം കുറേ പേര് വിശ്വസിക്കുന്ന ടിം കുക്ക് ആപ്പിളിലെ ഇന്നോവേഷനൊക്കെ കളഞ്ഞ ആളാണ്, ആപ്പിളിലെ ഒരു എന്താ പറയുക ആപ്പിളിലെ ഒരു കോർപ്പറേറ്റ് ആക്കി മാറ്റിയ ആളാണ് ടിം കുക്ക് എന്നാണ്. ആൻഡ് ഐ കൈൻഡ് ഓഫ് അഗ്രി. പക്ഷേ ഹീ ഈസ് ഓൾസോ എ വെരി എക്സലൻറ്റ് മാൻ. കാരണം ടിം കുക്ക് ഡിസേർവ്സ് ഹിസ് റെസ്പെക്ട്. ഹീ മെയ്ഡ് ആപ്പിൾ ഇൻ ടു എ വെൽ ഓയിൽഡ് മെഷീൻ മാതിരി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന ആളാണ്. കാരണം ടിം കുക്ക് ആപ്പിളിലെ ലോജിസ്റ്റിക്സ് മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. പുള്ളി പണ്ട് സ്റ്റീവ് ജോബ്സ് ഉള്ള കാലം മുതൽ തന്നെ ആപ്പിളിലെ കുറേ സപ്ലൈ ചെയിൻസിലൊക്കെ വർക്ക് ചെയ്ത്. എന്നാൽ ഇപ്പോൾ ലോകം മൊത്തം ആപ്പിളിനെ എക്സ്പാൻഡ് ചെയ്യലും ഇന്ത്യ പോലത്തെ കൺട്രീസിൽ ഇത്രയും സെയിൽസ് ഉണ്ടാക്കലും ഒക്കെ സക്സസ്ഫുള്ളായി ചെയ്തിട്ടുള്ള ആളാണ് ടിം കുക്ക്. പോരാത്തതിന് പുള്ളിയുടെ പൊളിറ്റിക്കൽ കേബിലിറ്റി, പുള്ളി എല്ലാ സൈഡിൽ നിന്നും കളിക്കാൻ അറിയുന്ന ഒരു CEO. എന്ന് പറഞ്ഞാൽ ചൈനീസ് ഗവൺമെൻറ് പുള്ളിയായിട്ട് ഭയങ്കര എന്താ പറയുക ബന്ധമാണ്. എന്നാൽ ട്രംപിന് ചൈനീസ് മാനുഫാക്ചറിങ് ഇഷ്ടമല്ലെങ്കിൽ പോലും ടിം കുക്കായിട്ട് പുള്ളി ഭയങ്കര സൗഹൃദത്തിലാണ്. ആപ്പിളിൽ ലോകം മൊത്തം മാനുഫാക്ചറിങ് ഉണ്ട്, ലോകം മൊത്തം സെയിൽസ് ഉണ്ട്. ഇന്ത്യയിൽ വരെ അവർ മാനുഫാക്ചറിങ് സെറ്റപ്പ് ചെയ്തു. സോ ദാറ്റ് ഈസ് ദ ഗൈ ഹൂ ഇസ് ടിം കുക്ക്. ബട്ട് യാ, ഹി ഈസ് ബീങ് റീപ്ലേസ്ഡ്. ആൻഡ് പകരം വരുന്ന ആൾ ഇസ് ജോൺ ടേണേഴ്സ്. ആപ്പിളിലെ ഡിസൈൻ ചീഫാണ്. ഹാർഡ്വെയർ ചീഫ്. ആപ്പിളിലെ എൻറ്റയർ മാക്കും കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നത് ജോൺ ടേണേഴ്സ് ആണ്. അവരുടെ എക്സിക്യൂട്ടീവ്സിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ് ജോൺ ടേണേഴ്സ്. ആൻഡ് ഹീ ഈസ് ദ മോസ്റ്റ് കേപ്പബിൾ ഗൈ. കാരണം ആപ്പിളിൽ ലേറ്റസ്റ്റ് ആയിട്ട് റീസെൻ്റ്ലി അവർക്ക് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അവർ M series Macs ഒക്കെയാണ്. ആൻഡ് അതൊക്കെ ജോൺ ടേണേഴ്സിൻ്റെ ലീഡർഷിപ്പിലാണ് പുറത്ത് വന്നത്. ആൻഡ് ഓൾസോ ഹീ ഈസ് എ യങ്ങസ്റ്റ് മെമ്പർ ഇൻ ദെയർ എക്സിക്യൂട്ടീവ് ടൈം ആസ് ഐ സെഡ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി CEO ഫോർ എ ലോങ് ടൈം. അതാണ് ആപ്പിൾ ട്രാൻസ്ഫറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. 25 കൊല്ലമായിട്ട് ആപ്പിൾ വർക്ക് ചെയ്യുന്ന പുള്ളിയാണ്. സോ ഹീ ഈസ് ഒബ്വിയസ്ലി ദ ഗൈ ഫോർ ഇറ്റ്. ആൻഡ് പുള്ളിയെ റീപ്ലേസ് ചെയ്യുന്നത് ദ ഹാർഡ്വെയർ പൊസിഷൻ അത് ലീഡ് ചെയ്യാൻ പോകുന്നത് ഇനി ആപ്പിളിലെ M series സിലിക്കണൊക്കെ ലീഡ് ചെയ്യുന്ന പുള്ളിയാണ്. അയാൾ ഇനി ഹാർഡ്വെയർ ഫുള്ള് ലീഡ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ടിം കുക്ക് അതേ സമയത്ത് തന്നെ ആപ്പിളിലെ
ബോർഡിൻ്റെ ഡയറക്ടറായി ചെല്ലും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓപ്പറേഷൻസും കാര്യങ്ങളും ആപ്പിളുടെ ഡിസൈനും ആപ്പിളുടെ ഫോക്കസും വഴി ഫ്യൂച്ചറൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രോഡക്റ്റ് ഗായ് ആയിട്ടുള്ള ജോൺ ടേണേഴ്സ് ആയിരിക്കും. സോ ഈ എറയിലൊക്കെ ആപ്പിൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യും, ആപ്പിൾ ക്ലിയർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഇതുവരെ വന്നിട്ടില്ല. സോ അതൊക്കെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യും എന്നിപ്പോൾ ജോൺ ടേണേഴ്സ് ആയിരിക്കും തീരുമാനിക്കാം. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആപ്പിൾ ഇതേമാതിരി അവരുടെ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യും. മോർ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഒക്കെ ഇറങ്ങുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ദ പ്രോഡക്റ്റ് സൈഡ് വിൽ ഓൾസോ ഗെറ്റ് സ്ട്രോങ്ങർ ദാൻ ബിഫോർ. സോ എന്താവും നമുക്ക് കണ്ടറിയാം. ഈതർ വേ ദാറ്റ് ഈസ് ദ ആപ്പിൾ ന്യൂസ്. യാ. And coming to the biggest news of this week, and a pretty sad one at that, Meta is going to train its AI models using its employees' usage data. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ കമ്പനി അവരുടെ AI മോഡൽസിലെ എംപ്ലോയീസ് അവരെ കമ്പ്യൂട്ടേഴ്സ് അവരെ വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മോണിറ്റർ ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത് ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഇറ്റ്സ് ഇസ് കൈൻഡ് ഓഫ് സെൻസിബിൾ ഇൻ ദ പോയിൻ്റ് ഓഫ് ദ ഈസ് ഓഫ് ഡൂയിങ് ഇറ്റ്. കാരണം എംപ്ലോയീസിൻ്റെ ഡേറ്റ, എംപ്ലോയീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ഭൂരിഭാഗം ഹൈ ക്വാളിറ്റി ഡേറ്റ ആയിരിക്കും. കാരണം അവർ വർക്കിന് വേണ്ടി ചെയ്യുന്നതാണ്, അവർ ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇമെയിൽസൊക്കെ അവർ ആക്ച്വലി പ്രോപ്പർലി അയക്കുന്നതാണ്. പക്ഷേ ഓൺ ദ കൗണ്ടർ സൈഡ് അവർ റീപ്ലേസ് ചെയ്യാനുള്ള സാധനം തന്നെയാണ് അവർ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദേ ലിറ്ററലി ഡൂയിങ് ദെയർ വർക്ക് സോ ദാറ്റ് ആൻ AI ക്യാൻ ലേൺ ഹൗ ടു ഡു ദെയർ വർക്ക്. ആൻഡ് ദാറ്റ്സ് ഓവർ ദ ലൈൻ മാൻ. അത് ഭയങ്കര കേട്ടിട്ട് തന്നെ ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ള സംഭവമാണ്. ആൻഡ് ഈ ഗവൺമെൻറ്റ്സൊക്കെ എന്താണ് ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, അതിനെപ്പറ്റി ഒന്നും ചെയ്യാത്തതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം മെറ്റ ഈസ് കട്ടിങ് 10% ഓഫ് ഇറ്റ്സ് വർക്ക് ഫോഴ്സ്. 8,000-10,000 ആ റേഞ്ചിൽ അത്രയും എമൗണ്ട് ഓഫ് ആൾക്കാർ അവരെ വർക്ക് ഫോഴ്സിന് കട്ട് ചെയ്യാണ്. എന്തിനാന്ന് ഓർക്കണം, AI-നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും കാശ് എടുത്ത് ഡേറ്റാ സെൻറ്റേഴ്സിലൊക്കെ ആരോടും ചോദിക്കാതെ ഒരു ആവശ്യമില്ലാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമായിട്ടുള്ള AI-യിൽ ഒരു അഡ്വാൻസ്മെൻറ്റ്സും നടത്താതെ കോടികൾ ചിലവഴിച്ച് കുറേ ആൾക്കാരെ ഹയർ ചെയ്ത് ഒരു ഔട്ട്പുട്ടും കാണിക്കാൻ പറ്റാതെ അവസാനം അവരുടെ മാർജിൻസ് കൂടുതലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യുകയാണ്, അതും 10%. ആൻഡ് ഇതേ മെറ്റ തന്നെ 10% എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യുന്ന ഇതേ മെറ്റ തന്നെ ഈ അടുത്ത് ഗൂഗിളിനെക്കാട്ടും വലിയ ഓൺലൈൻ അഡ്വർടൈസറായി മാറിയിരിക്കുകയാണ്. അവർ ഓവറോൾ അഡ്വർടൈസിങ് റവന്യൂ വെച്ച് അവർ ഗൂഗിളിൽ വരെ സർപ്പാസ് ചെയ്തു. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ കമ്പനി ഈസ് ഗോയിങ് ത്രൂ എ ബാഡ് ഫേസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ കമ്പനി ഈസ് നോട്ട് ഗ്രോയിങ്. കമ്പനി ഫൈനാൻഷ്യലി ഭയങ്കര ഗുഡായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷേ ദീസ് ഗായ്സ് സിംപ്ലി അവർ ആ ഹൈപ്പ് ട്രെയിൻ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവസാനം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അസറ്റ്സ് ആയിട്ടുള്ള ഹ്യൂമൻസിനെ തന്നെ ചവിട്ടോട്ടിൽ എറിയുന്ന ഒരു സ്ഥിതിയാണ്. ആൻഡ് മെനി കമ്പനീസ് ആർ ഡൂയിങ് ഇറ്റ്. മൈക്രോസോഫ്റ്റ് അവരെ ലേ ഓഫ് പ്ലാൻ ചെയ്യുന്നത്. ദേ ലേ ഓഫ് ഇസ് എ ബിറ്റ് മോർ സെൻസിബിൾ. അവരൊരു വോളണ്ടറി റിട്ടയർമെൻറ്റ് പ്രോഗ്രാം മാതിരിയാണ് ചെയ്തിരിക്കുന്നത്. എംപ്ലോയീസ് ഇഫ് ദേ ആർ വില്ലിങ് ടു റിട്ടയർ, അവർക്ക് ഇത്ര എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് വർക്ക് പ്ലസ് ദ ടോട്ടൽ എക്സ്പീരിയൻസ്, അങ്ങനെ എന്തോ ഒരു സം ഇസ് ഗ്രേറ്റർ ദാൻ ഇത്ര നമ്പർ ദെൻ ദേ ക്യാൻ റിട്ടയർ എന്ന് പറഞ്ഞിട്ടാണ് മൈക്രോസോഫ്റ്റ് സക്സീഡ് ചെയ്യുന്നത്. മെറ്റ ഈസ് സിംപ്ലി ജസ്റ്റ് ഗോ അവേ, ഇറങ്ങിപ്പോ എന്നുള്ളൊരു വൈബിലാണ് മെറ്റ പറയുന്നത്. ആൻഡ് ഈ കാശൊക്കെ കിട്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കണം. ഓപ്പൺ AI ഇപ്പോൾ ഈ അടുത്തൊരു വാർത്ത വന്ന് അവർക്ക് കിട്ടിയ കാശ് വെച്ചിട്ട് അവർക്ക് കഷ്ടപ്പെട്ട് കുറേ ഫണ്ടിങ് കിട്ടി. അവർക്ക് പഴയമാതിരി ഫണ്ടിങ് കിട്ടുന്നില്ല, കാരണം ആന്ത്രോപിക് ഇസ് ഡൂയിങ് മച്ച് ബെറ്റർ ദാൻ ഓപ്പൺ AI. എന്നിട്ടും അവർക്ക് കിട്ടിയ ഫണ്ടിങ് വെച്ചിട്ട് ദേ ബോട്ട് എ പോഡ്കാസ്റ്റ് കമ്പനി. ഒരു AI കമ്പനി, AI-യിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാത്തൊരു കമ്പനി എന്തിനാണ് കാശ് മുടക്കിയ ഒരു പോഡ്കാസ്റ്റ് കമ്പനി വാങ്ങിക്കുന്നത്? സോ ദാറ്റ് ദേ ക്യാൻ കൺട്രോൾ ദ നറേറ്റീവ് ഓഫ് ഹൗ AI is being told to the world. ഓക്കെ, സോ ഈ കമ്പനീസൊക്കെ അവർക്ക് കിട്ടുന്ന കാശ് കാച്ചിൽ പറത്തി കളയാണ്. ആൻഡ് അതിൻ്റെയൊക്കെ റാത്ത് അനുഭവിക്കുന്നത് എംപ്ലോയീസും ദി ഓവറോൾ എക്കോണമിയാണ്. സോ അതാണ് ഈ ആഴ്ചയിലത്തെ ബിഗ്ഗസ്റ്റ് സാഡസ്റ്റ് ന്യൂസ്. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതായിരുന്നു ദ ലാസ്റ്റ് 2 weeks biggest ടെക് ന്യൂസ്. there's been a lot of things going on in the tech world and ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് that you keep yourself updated. Malayalam content for you. It's easy. Just watch the video, follow the channel. Make sure you are updated. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കോളേജ് പ്രായത്തിലും ജോലിയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുക. ബിക്കോസ് ഐ ഷെയർ കണ്ടൻറ്റ് ഫോർ ഓൾ ഓഫ് യു ഗൈസ്. അപ്പോൾ പ്ലീസ് ടു സപ്പോർട്ട് ദ ചാനൽ. എനിക്ക് ഈ കണ്ടൻറ്റ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. സോ പ്ലീസ് ടു ഹെൽപ്പ് ഔട്ട്. ആൻഡ് ലെറ്റ്സ് ഓൾ മീറ്റ് നെക്സ്റ്റ് വീക്ക്. ടേക്ക് കെയർ. ബൈ ഗൈസ്.